അല്ല ഇത്രയ്ക്ക് കൃത്യമായിട്ട് പറയാൻ അമ്മേനെ ആരെങ്കിലും തേച്ചിട്ടുണ്ടോ? എന്നെ ആരും തേച്ചിട്ടൊന്നുമില്ല, ഞാൻ അതിന് നിന്ന് കൊടുത്തിട്ടുമില്ല. എന്നാ എന്നെ ആരും തേച്ചിട്ടൊന്നുമില്ല. പക്ഷെ അതിനേക്കാളും വിഷമം എന്താണെന്നറിയാവോ? ഈ തേക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും പ്രേമിക്കണ്ടേ എന്നെ? എടി മധുവേ, ഇങ്ങോട്ട് കേറിപ്പോരി എടി, ഇവിടെ ആരും തേച്ചിട്ടൊന്നുമില്ല പോലും. എന്താ അമ്മേ? ഓഹോ, അപ്പൊ ഈ ചേച്ചി പറയണ കേട്ടിട്ടാണ് അമ്മ ഇളക്കാൻ വന്നത്? അല്ല, അളക്കാനും തൂക്കാനൊന്നല്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ നല്ല ഉപദേശം തരാ വിചാരിച്ചിട്ട്. എന്നിട്ടിപ്പൊ കൃത്യമായല്ലോ. ഇപ്പൊ എനിക്ക് സമാധാനായി. അമ്മ ഇവക്ക് ശരിക്കും എന്തോ കുഴപ്പമുണ്ട്. ഇവള് പോയി വന്നപ്പോ തുടങ്ങി മൂഡ് ഓഫാ. ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയല്ല. ഞാൻ എപ്പോഴും ഈ റൂമിൽ കയറിയിരിക്കണ്ടല്ലോ. അല്ല, നീ എപ്പോഴും പോയിരിക്കണ പോലെയല്ലേ ഇപ്പൊ നീ ഇതിന് അങ്ങനത്തെ അടയിരിക്കാണ്. അമ്മേ കൂടി അവിടുന്ന്, എന്റെ കുഞ്ഞിന് അങ്ങനെയൊന്നുമില്ല. ഉണ്ട്, വേണ്ടാത്ത വർത്താനം പറയരുതേ. അല്ല ഇത്രയ്ക്ക് കൃത്യമായിട്ട് പറയാൻ ചേച്ചിക്ക് തേപ്പ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? എനിക്ക് തേപ്പ് കിട്ടിയിട്ടുമില്ല, ഞാൻ പ്രേമിച്ചിട്ടുമില്ല. പക്ഷെ ഇതൊക്കെ കണ്ടാ മനസ്സിലാകാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. മതി, ഇനി ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കണ്ട. ആണോ? അല്ല, ഇവിടെ ഇരിക്കാം. എന്തോ പ്രശ്നം? ഞാൻ ഡെയിലി ഇതിനകത്ത് അടയിരിക്കാറുണ്ടല്ലോ, ഇപ്രാവശ്യം മാത്രം എന്താ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്? നീ ഡെയിലി അടയിരിക്കണ പോലെയല്ല ഇപ്പൊ അടയിരിക്കണേ. ഇതിനൊരു പ്രത്യേകതയുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ടത്. എന്താ ചേച്ചി, എന്നെ ആരും തേച്ചിട്ടില്ല ചേച്ചി, എന്തോന്നാ പ്രശ്നം? എനിക്ക് നല്ല സംശയമുണ്ട്. സത്യം പറ കൃഷ്ണൻ. എന്ത് സംശയം എനിക്കുള്ളത്? അല്ല, അത് ഞങ്ങള് തമ്മിൽ തീർത്തോളാം. അല്ല, എന്നോട് പറ, എന്ത് സംശയം എനിക്കുള്ളത്? ഞാൻ പറഞ്ഞില്ല എനിക്കുള്ള സംശയം. വേണ്ടാത്ത കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞ് പെണ്ണിന്റെ മനസ്സ് ചിത്തിയാക്കാൻ നിൽക്കണ്ട. ഞാൻ കണ്ടുപിടിച്ചിട്ട് വരും. ഒറ്റടിയാൻ വെച്ച നിൽക്കുവാ നിന്റെ ഒടുക്കമ്മ. മിണ്ടരുത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ. നിന്റെ സ്വഭാവം നീ പഠിപ്പിക്കുവാടി. എന്റെ സ്വഭാവത്തിന് എന്താ ഒരു നല്ല തങ്കപ്പെട്ട സ്വഭാവം. അവൾ അല്ലെങ്കിലും ചുമ്മാ അങ്ങനെ ഇരിക്കാറുണ്ട്. കൊല്ലു, അതിന് വേറെ അർത്ഥമൊന്നും നീ കാണാൻ നിൽക്കണ്ട. കിട്ടിയാ? എടി പട്ടി, നിനക്കെന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് അറിയാടി. എന്നാലേ ആ കുഴപ്പം വെച്ചോണ്ടങ്ങ് ഇരി. എന്നെ ഇങ്ങനെ ഉപദേശിക്കാൻ വന്നാണ്ടല്ലോ. നിന്നെ തേച്ചവനെ ഞാൻ കണ്ടുപിടിക്കൂടി, നോക്കിക്കോ. പൊടി ഒന്നും നടന്നില്ല. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ അവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. സുന്ദരിക്കുട്ടി അണിഞ്ഞൊരുങ്ങിക്ക. സുന്ദരിക്കുട്ടിക്ക് മേക്കപ്പിന്റെ ആവശ്യമുണ്ടോ? എന്താ, നിനക്ക് മാത്രം മേക്കപ്പ് ചെയ്താൽ മതിയോ? എന്റെ അമ്മ നാച്ചുറൽ ബ്യൂട്ടി അല്ലേ. അതൊക്കെ എനിക്കറിയാം. നീ എവിടെയായിരുന്നു ഇത്ര നേരം? എന്നെ കുറച്ചു നേരം കാണാണ്ടായപ്പോഴേക്കും വിഷമായ. അയ്യോ അതല്ല, നിന്നെ കാണാണ്ടായപ്പോ എനിക്ക് സമാധാനായി. ഞാനേ നമ്മുടെ വടക്കേ പറമ്പിന്റെ തെക്കേ പറമ്പിന്റെയും അറ്റത്ത് താമസിക്കുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ കണ്ടൊരു സുഖവിവരം അന്വേഷിക്കാൻ പോയതാ. അതെന്തൊക്കെയാലും നന്നായി മക്കളെ. എടി, അവരെ എന്നെ പറ്റി വല്ലതും പറഞ്ഞ? അവർക്കൊക്കെ അമ്മയെ പറ്റി എന്തൊരു നല്ല അഭിപ്രായമെന്നറിയോ? അതല്ലേ, ഞാൻ അവരോട് അങ്ങനെയല്ലേ പെരുമാറുന്നത്. പിന്നെ നമ്മുടെ തെക്കേ പറമ്പിലെ വാസുപ്പിള്ള ചേട്ടനില്ലേ, ആ ചേട്ടനോട് കുറച്ച് സങ്കടം പറഞ്ഞു. അവനെ ആ പിള്ളേർ അവിടെ നിന്ന് അടിച്ചിറക്കി കാണും. അതല്ല, പിന്നെ ചേട്ടന്റെ വീട്ടിലേക്ക് പോവാൻ വഴിയില്ലത്രേ. വഴിയില്ല, വഴി കൊടുക്കണം. പിന്നെ നമ്മുടെ സതീശനില്ലേ, സതീശൻ പറഞ്ഞു സതീശന്റെ വീട്ടിലേക്ക് വഴി ചെറുതാ, കുറച്ച് വീതി കൂട്ടിയാ അവന് സൗകര്യമായിരുന്നു പറഞ്ഞു. വീതി കൂട്ടണം. കൊടുക്കമ്മേ, നമ്മള് കെട്ടിപ്പൂട്ടി വെച്ചിട്ട് എന്ത് കാര്യം? മേലോട്ട് പോകുമ്പോ ഇതൊക്കെ നമ്മള് കൊണ്ടുപോകണ്ടാ. അതിന് ഞാൻ വിമാനത്തിൽ ഇപ്പൊ ഒന്നും പോകണ്ടടി. വിമാനത്തിൽ പോണ കാര്യല്ല, പിന്നെ അമ്മ തട്ടിപ്പോയാ ഈ സ്വത്തുക്കളൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകേണ്ടി വരില്ലേ? ഞാൻ തട്ടിപ്പോകുന്നവരെ നീ ആലോചിച്ചു അല്ലേ? അങ്ങനെയല്ല, ഇത് വെറുതെ എന്തിനാ ഇങ്ങനെ പറമ്പ് കിടക്കണത്? നല്ല വില കൊടുത്താലേ കൊടുക്കുള്ളൂ, വെറുതെ ഒന്നും കൊടുക്കൂല നമ്മള്. അപ്പൊ വിലയും കൂടെ തീരുമാനിച്ചോ? ഞാനൊക്കെ പറഞ്ഞു വെച്ചു. സരിതാടാ മോള്. പിന്നെ എനിക്കറിഞ്ഞൂടെ. മോളൊരു കാര്യം ചെയ്യും, മോളുടെ പെട്ടി എന്തിയടി? അതവിടെ അതിങ്ങെടുത്തോണ്ടേ. എന്തിന് ഇങ്ങെടുത്തോണ്ട് വാടിയണേ. എടക്കിനും പോവാനാ? നീ ഇങ്ങ് കൊണ്ടുപോവാ, കാര്യമൊക്കെ പറയാമ്മ. പോട്ടെ. അലമാരി നിന്റെ ഡ്രസ്സൊക്കെ എടുത്ത് നിനക്ക് പാക്ക് ചെയ്യണം. ഡ്രസ്സ് ചെല്ല് നോക്കിക്കാതെ. കൊണ്ടുപോവാ. എന്താ എവിടേക്ക് പോവാനാ? അത് ഞാൻ പറയാം. ഇതെല്ലാം പാക്ക് ചെയ്തു. പാക്ക് ചെയ്യണം. നോക്കിക്കാ പാക്ക് ചെയ്തു വേണേ, എളുപ്പമാട്ടെ. തുറക്കും. അമ്മ വരില്ലേ? അത് ഞാൻ തീരുമാനിച്ചോളാം, നീ ഇപ്പൊ പാക്ക് ചെയ്ത് അടക്കേ.
സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിരിയുന്നേതോ ഋതുഭാവങ്ങൾ നിറമേകും തുഞ്ചത്ത്. പിന്നെയുണ്ടല്ലോ ആ രമേശന്റെ സ്ഥലം കൊടുത്ത് കിട്ടുന്ന പൈസയില്ലേ, അതിനെ കൊണ്ട് നിങ്ങൾ ഈ പ്രാവശ്യമെങ്കിലും ബിസിനസ് ചെയ്ത് നന്നാവണം കേട്ടോ. നീ നോക്കിക്കോടി, ഞാൻ പുതിയ പ്ലാനും പദ്ധതികളൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുക. നല്ല കിടിലം പരിപാടികളാണ് ചെയ്യാൻ പോകുന്നത്. ആ നന്നായി കണ്ടാ മതി. അത് മാത്രമല്ല, ഇനി പുതിയൊരു ഐഡിയ കൂടെ ഉണ്ട്. എന്നാ? എടി, നമ്മുടെ പറമ്പിന് ചുറ്റും ഈ രമേശനെ പോലെ വീട്ടിലോട്ട് വഴിയില്ലാത്ത ഒരുപാട് ആൾക്കാരില്ലേ, അവർക്കൊക്കെ വഴിക്കാന്ന് പറഞ്ഞ് നമുക്ക് അമ്മയുടെ സ്ഥലം മേടിച്ചു കൊടുക്കാതെ നല്ല പൈസ കിട്ടത്തില്ലേ? കാഞ്ഞ ബുദ്ധിയാ നിങ്ങക്ക്. അതാണ് നമ്മുടെ ഐഡിയ. ഇവിടെ വാടി ഇങ്ങോട്ട്. ഇവിടെ വാ. ഇതെന്താ എഴുന്നള്ളത്തിന് ആനെ പിടിച്ചോണ്ട് വരുന്ന പോലെ? എടാ, ഇവളെ നമ്മളെ മുടിപ്പിക്കാനുള്ള സന്താനമാ. ഇങ്ങോട്ട് കയറി വന്നിരിക്കാ മുടിപ്പിക്കാൻ. അത് അമ്മക്ക് ഇപ്പോഴാണോ മനസ്സിലാവുന്നത് അമ്മേ? എനിക്ക് പണ്ടേ മനസ്സിലായതാ. നീ മിണ്ടരുത്. ഇല്ല. അമ്മ, കാര്യം എന്താ വെച്ചാ പറ. അതെ, നമ്മുടെ ആ പറമ്പിന്റെ സൈഡിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇവള് വഴി വെറുതെ കൊടുക്കാന്ന് പറഞ്ഞു കച്ചവടം ഉറപ്പിച്ചോണ്ട് വന്നിരിക്കുവാടാ. വെറുതെ ഒന്നല്ല, നല്ല കാശ് തരാന്ന് പറഞ്ഞവര്. അവിടെ പൊടി വിടുന്നു. എടി ഭയങ്കരി, ഞാൻ പോലെ ചേട്ടാ പറഞ്ഞേട്ടാ. അമ്മ എന്താണ് അമ്മ ഇങ്ങനെ പറയണത്? ഞാനിനി പറയത്തൊന്നുമില്ല. അമ്മ പറഞ്ഞ കേട്ടോ, നീ ഇറങ്ങിപ്പോ. ഞാൻ ഇറങ്ങി പോവാനാ? അപ്പൊ നമ്മുടെ രമേശിന് പറമ്പ് കൊടുത്ത് കിട്ടണ പൈസ ഇല്ലേ, അതിന്റെ 50-50യോ? അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം. 100-0 50-50 അല്ല. നീ പോയേ അല്ലേ അമ്മേ? ഞാൻ ഈ പറമ്പിൽ നിന്ന് ഒരു തരി ഭൂമി ആർക്കും വിട്ടുകൊടുക്കാൻ പോണില്ല. ദേ കിടക്കണം. അപ്പൊ അമ്മ, ഇവന് വണ്ടി കാറ് മേടിച്ച വീട്ടിലോട്ട് കൊണ്ടില്ല, വഴി വേണ്ടേ? ഇവിടെ അവനോട് കാറ് മേടിക്കണ്ട, പ്ലെയിൻ മേടിക്കാൻ പറ, ഹെലികോപ്റ്ററോ എന്തെങ്കിലും മേടിച്ചോണ്ട് പോരാൻ പറ. അടിപൊളി ഐഡിയ. ഇറങ്ങി പൊക്കോണെ ഇവിടുന്ന്. നിങ്ങൾ മനസ്സ് കാണുമ്പോൾ അവള് മാനത്ത് കണ്ടു, അത്ര തന്നെ. എന്തോ ആടി ഇത്. സന്തോഷായി. എനിക്ക് മാത്രല്ലല്ലോ, ചേട്ടനും കിട്ടില്ല. മറ്റുള്ളവർക്കൊന്നും കിട്ടാതിരിക്കും എന്തൊരു സന്തോഷമാ. നടക്കടി ഇങ്ങോട്ടോ. ഞാനില്ല. നടക്കടി, ഇറങ്ങിപ്പോ. ഇല്ല. അമ്മ പറയുന്ന കേട്ട് ഇറങ്ങിക്ക്, ഇറങ്ങിക്ക്. ചേട്ടാ, നമ്മുടെ പറമ്പിന്റെ ചുറ്റുള്ള കുറെ പേർക്ക് വഴി കിട്ടാണ്ട് ചേട്ടാ, നമുക്ക് ഒത്തൊരുമിച്ച് പൈസ അടിച്ചു മാറ്റാം ചേട്ടാ. നിന്റെ അത്യാർത്ഥിയാടി ഇതിനൊക്കെ കുഴപ്പം കേട്ടോ. നീ പോയേ. എന്തേ ഈ പരിപാടി കൂടെ നീ നിന്റെ വീട്ടിലോട്ട് വിട്ടോ. അമ്മയെ ചാക്കിലാക്കി കേട്ടോ എങ്ങനെയും. അമ്മ ചാക്കിലും ആക്കില്ല, പെട്ടിയിലും ആക്കുന്നില്ല. നീ നിന്റെ വീട്ടിൽ പോകാൻ നോക്ക്. പോ. എന്തായാലും പരിപാടിയായി. ഇനി കുറച്ച് ദിവസം മോളെടുത്ത് പോയി നിൽക്കാം. 5-6 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരാം. എടേ, ഞാൻ വീണ്ടും IELTS ക്ലാസ്സിന് പോയാലോ എന്ന് ആലോചിക്കാം. എന്ത് കാര്യത്തിന്? എന്തിനാ IELTS ക്ലാസ്സിന് പോണേ നിനക്ക് അറിഞ്ഞൂടെ? എനിക്കറിയാം. ചേച്ചിക്ക് വീട്ടിൽ നിന്ന് ചാടി പോയിട്ട് അടിച്ചു പൊളിക്കാനല്ലേ? മിണ്ടായിരുന്നത് കുത്തിക്കീച്ചങ്ങ് തിന്ന്. ആ തുറക്കരുത് നീ. അല്ല, കഴിക്കാനും മാത്രം തുറക്കാൻ പാടില്ല. കഴിക്കാൻ മാത്രം നീ തുറന്നാ മതി. എടേ, എന്താടേ? എന്തോന്ന്? എന്തേലും അഭിപ്രായം പറ. എന്റെ ചേച്ചി ചുമ്മാ IELTS പോയി വെറുതെ അച്ഛനമ്മയുടെ കാശ് പൊട്ടിക്കാണ്ടിരിക്കും. നീ ഇതാ പൈസ, അച്ഛനമ്മയുടെ പൈസ പൊട്ടിക്കണല്ല ഞാൻ. ആ മുറ്റത്തെ പൈസ വീഴുന്ന മരം ഉണ്ടല്ലോ, കുലുക്കി തരുമോ? എന്റെ ചേച്ചി എന്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പുറത്താണ് പോയി അടിച്ചു പൊളിച്ചത്. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാൻ? എനിക്ക് പോണം. ഇരുന്ന് കരഞ്ഞോണ്ടിരി. അതേ മാതാശ്രീ വരുന്നു, ചോദിച്ചോ, കാശ് അങ്ങോട്ട് ചോദിച്ചോ. എന്തിനിപ്പം പൈസ? അമ്മ, എനിക്ക് വീണ്ടും IELTS ക്ലാസ്സിന് പോകണം. അല്ല, നീ ആ കുന്ത്രാണ്ടോ കുറെ മുമ്പ് പഠിച്ചതല്ലേ? എനിക്ക് മടുക്കുന്നില്ലടി. അമ്മ, അത് അന്നല്ലേ, ഇപ്പൊ പുതിയ മെത്തേഡ്സ് ഒക്കെ വന്നു. പിന്നെ ഇത് ഈ പെട്ടെന്ന് അങ്ങനെ പാസ്സാവണ കാര്യമൊന്നുമല്ല. കുറെ പ്രാവശ്യം പഠിച്ചാലേ പാസ്സാവുള്ളൂ. എത്ര പുതിയ മെത്തേഡ്സ് ആണെച്ചാലും ചേച്ചിയല്ലേ പഠിക്കാൻ പോണേ, ഒരു കാര്യം ഉണ്ടാവില്ല. നിന്നോട് നേരത്തെ എന്താ പറഞ്ഞത്? അതിൽ കുത്തിവെച്ചിട്ടുണ്ടാകാൻ പറഞ്ഞ തരൂലേ സാധനത്തിന് ഞാൻ എടുത്ത് വില കാനേരും കൊണ്ട് വിടൂട്ടാ. അത് നീ കളഞ്ഞോ, പക്ഷെ എന്നോട് പൈസ ഒക്കെ ചോദിക്കരുത്. അമ്മേ, വെറുതെ പറഞ്ഞതാ. മിണ്ടായിരിക്കടെ. അമ്മ, പിന്നെ എനിക്ക് രക്ഷപ്പെടണ്ടേ? ഞാൻ പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിന്റെ അടുത്ത് പൈസ ചോദിക്കുവോ? അല്ല, നീ എൻ്റെ അടുത്ത് എവിടെയാ പൈസ കണ്ടത്? പൈസ ഇല്ലാന്ന് അമ്മ പറയണ്ട. അമ്മ ഇന്ന് അടയ്ക്കയും തേങ്ങയും വിറ്റതിന്റെ കാശ് വാങ്ങുന്നത് ഞാൻ കണ്ടതാ. അത് അച്ഛമ്മക്ക് കൊടുക്കേണ്ട പൈസ അല്ലേടി? പിന്നെ അച്ഛമ്മക്ക് ഇപ്പൊ കൊടുത്താലായി. അമ്മ, അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് എന്നെ IELTS ക്ലാസ്സിന് വിടമ്മേ, പ്ലീസ്. അത് നടക്കത്തില്ല മോളെ, എനിക്ക് കുറേ ആവശ്യങ്ങളുണ്ട്. ആ പൈസ കണ്ടിട്ട് നീ മോഹിക്കണ്ട. എന്താ അമ്മ അങ്ങനെ ഒരു വർത്താനം? അമ്മയുടെ ആവശ്യങ്ങളുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് ആവശ്യങ്ങളില്ല? ഞങ്ങൾക്ക് കൂടെ അവകാശപ്പെട്ട പൈസയല്ലേ അത്? നിങ്ങളെക്കാട്ടി അവകാശം എനിക്കാണ്. അച്ഛമ്മയുടെ പൈസ അല്ലേ?
ആ ഞാൻ അച്ഛമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തോളാം. ആ പറയോ നീ? ആ പറയോ? പറയും. അങ്ങനെ നീ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മോളാന്നുള്ള അവകാശം ഞാനങ്ങ് മറക്കും. എന്നാ അമ്മയാന്നുള്ള അവകാശം ഞാനും അങ്ങോട്ട് മറക്കും. ആൾക്കാരിൽ പൈസ ഇരിക്കല്ലേ, ഇട്ടോണ്ട് പൊക്കോളാം ഞാൻ. കേട്ടാ? എന്നിട്ട് നീ ഈ വീട്ടിൽ കയറും. കയറും. നീ പറയണ്ട. കൂട്ടിയിട്ടുണ്ടല്ലോ നിന്നെ മുഖം. അതൊന്നും ഞാൻ മേടിക്കൊന്നുമില്ല. പറഞ്ഞു ഓടി അവിടുന്ന്. വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയണത് മോശമായി പോയി. വേണ്ട നീയും കൂടി പോ. അമ്മ എന്നാ എല്ലാത്തിനും പുറത്തിറക്ക്. അയ്യോ എനിക്കത് വേണ്ട, മക്കളവിടെ വെച്ചേക്ക്. ഫസ്റ്റ് നിന്നെ ഞാൻ പുറത്താക്കും കേട്ടോ. കഴിച്ചേ. കിട്ടിയാ മിണ്ടാണ്ട് ബിസ്ക്കറ്റ് കഴിക്കുന്നത്, വാ തുറക്കരുത് കേട്ടല്ലോ. കേട്ടാ? ആ ഇന്നലെ 3 മണിക്ക് നിന്നെ വിളിച്ചത്, നീ ചുമ്മാ നുണ പറയില്ല കേട്ടാ. 5000 ഇടി പോടി, അതൊക്കെ എനിക്ക് എൻ്റെ അച്ഛൻ പോക്കറ്റ് മണി തരുന്ന 5000 രൂപയ്ക്ക്. അത് ഞാൻ നിനക്ക് ഒപ്പിച്ചു തരാം. എന്തോന്ന്, എൻ്റെ ഫാമിലി റിച്ചാന്ന് നിനക്ക് അറിയാൻ വയ്യ. നമ്മൾ പണ്ടത്തെ ജന്മി ടീമാ, കുറെ പൈസ ഉണ്ട്. 5000 അല്ലേ ഒപ്പിക്കാ, നീ മേടിക്കണ്ട. ഞാൻ നിനക്ക് സെറ്റാക്കി തരാൻ ചക്കര മുത്തേ. സെറ്റാക്കി അല്ലെങ്കിൽ ഈ വീട്ടിൽ ഒരെണ്ണത്തിന് എന്നോട് സ്നേഹമില്ല. അയ്യല്ലേ സ്വന്തം അമ്മയ്ക്ക് പോലുമില്ല. പിന്നെ ചേച്ചി ഇതേടാ എന്ത് പുറത്തോണ്ട് വരുന്നു? ഒന്നുമില്ല. ചേച്ചിക്ക് പുതിയ കൊളാബ് വല്ലതും വന്നാ? വന്നെങ്കി അല്ല എന്തിന്റെ കൊളാബ് വന്നേ? എനിക്ക് അമേരിക്കൻ പ്രൊഡക്റ്റിന്റെ കൊളാപ്പ് വന്നു. അമേരിക്ക? അപ്പൊ ഡോളേഴ്സിലാ കാശ് വന്നേ? അത് കൺവേർട്ട് ചെയ്ത കുറെ പൈസ കിട്ടൂലേ? പിന്നെ കിട്ടും. ആ എന്താന്നോ ചേച്ചി ബ്ലോഗെല്ലാം ചെയ്യുമ്പോ ഞാൻ എപ്പോഴും മാറി നോക്കും. നല്ല രസമാണ് കാണാൻ. എനിക്ക് ഭയങ്കര അസൂയ വരും ചേച്ചി ചെയ്യുന്നത് കാണുമ്പോ. ഐ എം സോ പ്രൗഡ് ഓഫ് യു. താങ്ക് യു. എന്താണ് ഭയങ്കര പതയാണല്ലോ. അല്ല അത് പതയെന്ന് വെച്ചാ എനിക്ക് ഒരു 5000 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. 5000 വേണം, ഞാൻ തരാം. അതല്ലേ? ആ താങ്ക് യു. എന്താണ് ആവശ്യം? അത് എന്റെ കൂട്ടുകാരന്റെ അച്ഛൻ തീരെ വയ്യാതെ ആശുപത്രി കിടക്കുക. അപ്പൊ അവനെ ഒന്ന് സഹായിക്കാൻ. ഏത് കൂട്ടുകാരന്റെ അച്ഛനാടാ? മറ്റേ നമ്മുടെ സുമേഷ് ഇല്ലേ, അവന്റെ അച്ഛൻ രതീഷ്. ആ പൈസ ഞാൻ തരാം, പക്ഷെ എനിക്ക് തിരിച്ച് ഉപകാരം ചെയ്യണം. ചേച്ചി ഒരാൾ ചാവാറായിട്ട് കിടക്കുക ഹോസ്പിറ്റലിൽ. അപ്പൊ ചേച്ചി ചുമ്മാ ഓരോ ഡയലോഗ് അടിക്കുക സഹായം എന്നൊക്കെ പറഞ്ഞു. മോശം കേട്ടാ. ആ പിന്നെ വെറുതെ നിനക്ക് പൈസ തരുമോ ഞാൻ? എനിക്ക് തിരിച്ചു ഉപകാരം ചെയ്താൽ മാത്രമേ ഞാൻ തരുള്ളൂ എന്തെങ്കിലുമൊക്കെ. ഉപകാരം ചെയ്യാൻ പറയാനാ ചെയ്യണത്. എനിക്ക് IELTS ക്ലാസ്സിന് പോകാനുള്ള പൈസ തരണം. എന്തേലും ആട്ടാ ചേച്ചി കാശ് തരാം, ഞാൻ സഹായം ചെയ്യാം. എടാ അതിന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അമ്മയുടെ കയ്യിലാണ് പൈസ. ചേച്ചിയുടെ കാശ് എങ്ങനെ അമ്മയുടെ കൈ വന്നേ? എന്റെ പൈസ അല്ല, ഇവിടെ ഈ പറമ്പിൽ അടയ്ക്കും തേങ്ങയൊക്കെ വിറ്റ പൈസ ഇല്ലേ, അതാ പണിക്കാരെ അമ്മയുടെ കയ്യിലെ കൊടുത്തേ. അമ്മ നൈസായിട്ട് അത് ഇസ്കാനുള്ള പരിപാടിയാ. ആ പൈസ നീ എടുത്തോ. ഞാൻ എടുക്കാന്ന് ഞാൻ പോയി മോട്ടിക്കാനാ? ആ പിന്നെ നിന്റെ ആവശ്യത്തിന് നീ പോയി മോഷ്ടിക്കണ്ടേ? ഞാൻ ഐഡിയ പറഞ്ഞെന്തില്ലേ? പിന്നെ അച്ഛനോട് പറയാം മോട്ടിക്കാൻ. ഞാനൊന്നും മോട്ടിക്കൂല. ആ ഇതിലും ഭേദം അച്ഛനായിരുന്നു. അച്ഛനടുത്ത് ചോദിച്ച കാര്യം നടത്തേനെ. പിന്നെ ഞാൻ മോട്ടിക്കുന്നതിന്റെ വീതം നാണോ ചേച്ചി? ഒരു പൈസ വെച്ചതിന് മോട്ടിക്കാൻ പറയാം സ്വന്തം വീട്ടിൽ കയറി. നിനക്ക് പൈസയുടെ ആവശ്യമുണ്ടോ? ആ ഉണ്ട്. എന്നാ പിന്നെ നിനക്ക് എടുത്തോണ്ട കുഴപ്പം. അത് ഞാൻ എടുത്തോളാം. എനിക്ക് IELTSനുള്ള പൈസ തന്നെ. തരാം. ആ സെറ്റായില്ലേ? സെറ്റായി. എന്താ അത്ര കലിപ്പ്? ആർക്ക് കലിപ്പു? എന്റെ ടോൺ ഇങ്ങനെയാണ്. ഞാൻ കളിക്കുന്നൊന്നുമല്ല. പൊക്കോ. ആ പൈസ തന്നില്ലെങ്കിൽ ചെക്കാ. എന്തായാലും അടക്കി വിട്ട കാശല്ലേ, അതൊക്കെ എടുക്കാൻ എനിക്കറിയാം. മോട്ടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഈ മരം നല്ല പച്ചപ്പായിട്ട് നിപ്പുണ്ടല്ലോ. ഇതെന്തോ അച്ഛമ്മ ഈ മരത്തിന്റെ മുകളിലോട്ട് നോക്കി നിൽക്കുന്ന? എന്താ എനിക്ക് മരത്തിന്റെ മേലോട്ട് നോക്കാമല്ലേ? മുകളിലൊരു കാക്കയുടെ കൂടുണ്ട്. അതിന് ഞാൻ വേണം കാക്കയുടെ കൂടെ ഉണ്ടെങ്കിൽ. മുകളിലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴേ വായിലോട്ട് കാക്ക അപ്പിയിടും. അതാ ഞാൻ പറഞ്ഞു. കാക്ക അപ്പിടും. ഞാൻ മരം വെട്ടിക്കളയും ഞാൻ, എന്നിട്ട് ആ കൂടും തല്ലിപ്പൊളി. ഒരു കാക്കയോടാണ് ഈ ദേഷ്യം? ഈ മരം എന്താ ചെയ്തതിന്? പിന്നെ ഒരു കാക്ക എന്റെ തലയിൽ അപ്പിയിടത്തില്ല. പിന്നെ അച്ഛമ്മ ഞൊട്ടും. ഇത് അച്ഛമ്മയുടെ മരമാണല്ലേ. ട്രീറ്റ്മെന്റ് ഫുള്ള് ചെയ്തേ സഞ്ജു കേട്ടാ. നീ അടുത്ത കാലത്ത് ഇതിന് ട്രീറ്റ്മെന്റ് ചെയ്തോടാ? അടുത്ത കാലത്തില്ല, ഇനി ചെയ്യാൻ എനിക്കൊരു പ്ലാൻ ഉണ്ട്. നീ ഇതിലൊരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഇങ്ങോട്ട് വരണ്ട. അച്ഛമ്മ ഞാൻ അഗ്രികൾച്ചർ പഠിച്ച ആളാ, മരങ്ങളുടെ ഡോക്ടറാണ്. എനിക്ക് ഇവരുടെ പൾസ് അറിയാം. പൾസാൻ ഇങ്ങോട്ട് വരണ്ട. ഈ മരത്തെ തൊട്ട് കളിക്കണ്ട നീ. ഇതിപ്പോ നന്നായിട്ട് പച്ചപ്പ് ആയിട്ട് നിൽക്കുക. പച്ചപ്പാട് നിൽക്കട്ടെ, അതൊക്കെ വിടും. എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായ? എനിക്കൊരു 5000 രൂപ വേണം. 2500-ന്റെ 2 നോട്ട് മതിയോടാ? അതോ ഇനി 5000 രൂപ ഒരു നോട്ട് മതി? 1000-ന്റെ അങ്ങനത്തെ നോട്ടൊക്കെ ഇറങ്ങിയാ? ഇറങ്ങുമ്പോ പറയാം. ഇറങ്ങും പറഞ്ഞപ്പോ എനിക്ക് ഇപ്പൊ അത്യാവശ്യം വേണ്ട, ഒന്ന് വേണ്ടതാ. എന്തിനാ എനിക്ക് അത്യാവശ്യം? അതൊരു ആവശ്യമുണ്ട്, അതുകൊണ്ടാ. എന്റെ പൈസ ഒന്നും ഇല്ല. കൊച്ചു കൊള്ളി നോണ പറയില്ല കേട്ടോ. ഈ അടക്കാൻ തേങ്ങ എല്ലാം പറക്കി ഇട്ടിട്ട് പൈസ കിട്ടിയില്ലേ? പിന്നെ എന്റെ പൈസ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ കണ്ടല്ലോ മറ്റേ കച്ചവടക്കാരൻ അമ്മയുടെ കൊണ്ട് പൈസ എണ്ണി വെച്ചു കൊടുക്കുന്നേ. നീ കണ്ടോടോ? അപ്പൊ അച്ഛമ്മയുടെ അമ്മ പറഞ്ഞില്ല പൈസ കിട്ടിയ കാര്യം? എന്നോടൊന്നും പറഞ്ഞില്ല. ആ മടക്കക്കാരനും എന്നോട് പറഞ്ഞിട്ടില്ല. എന്റെ അമ്മ പിന്നെ അച്ഛമ്മയോട് പറയാഞ്ഞ്? അത് കൊള്ളാലോ. അവക്ക് പൈസ അടിച്ചു മാറ്റി എടുക്കാനായിരിക്കും. അത് സമ്മതിക്കല്ല അച്ഛമ്മ, അത് കളത്തരാൻ പറ്റൂല.
അച്ഛമ്മയുടെ പറമ്പിൽ നിന്ന് സാധനം വരിട്ട് അമ്മ പൈസ അടിച്ചു അത് പോയി ചോദിക്കണം. അത് ചോദിക്കും മോനെ, അത് ചോദിക്കും. അങ്ങനെ പറ്റില്ലല്ലോ. എന്നോട് ചോദിക്കാതെ അവള് പൈസ പഠിക്കാതെ അവൻ എന്ത് കാണിച്ചത്? അവൻ പോട്ടെ, അവൻ വീട്ടുകാരുടെ. പക്ഷെ അമ്മ അച്ഛമ്മ അറിയിക്കണ്ടേ? അറിയിക്കണ്ടേ? എടാ എന്റെ ഇല്ലല്ലേ, ഞാനല്ലേ ഇതിന്റെ ഉടമസ്ഥ, എന്റെ ഇല്ലല്ലേ അവൻ പൈസ തരണ്ട്. അച്ഛമ്മ ഈ വേർത്തി പറഞ്ഞു കൊടുക്കണമെന്നെല്ലാം പെറുക്കി വെച്ചിട്ട് ചുമ്മാ. ഞാൻ അവളോടൊന്ന് ചോദിച്ചിട്ട് ചോദിക്കാം. അതല്ല, ഈ വിവരം വന്ന് തന്നതിന്റെ ഒരു പ്രത്യുപകാരമായിട്ട് എനിക്കൊരു 5000 രൂപ തരുമോ? അതെന്റെ കൈ കിട്ടട്ടെ, അപ്പൊ തരാം. കിട്ടിട്ട് മതി. നീ ഇത് പറഞ്ഞു തന്നെ നന്ദി കേട്ടോ മക്കളെ. ചോദിച്ചിട്ട് ഇപ്പൊ പൈസ കിട്ടിയാ മതിയായിരുന്നു. എടി പുഷ്പേ, നിനക്ക് ചെവി കേട്ടോടേടി? നിന്നെ കളിയാക്കോണോടി? ഇന്ന് മുതൽ നെഗറ്റീവ് എനർജി ഉള്ള ആൾക്കാരോട് സംസാരിക്കത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. എന്നാലേ നീ ഇന്നു മുതൽ ആരോടും പാതുറക്കരുത്. നീയാണടി ഏറ്റവും വലിയ നെഗറ്റീവ് എനർജി. അല്ലമ്മ, ഞാൻ മര്യാദയ്ക്ക് ഇവിടെ അടിച്ചു വരുമല്ലേ ചെയ്യുന്നത്? ചൂല് പിടിച്ച് വലിച്ച് വാങ്ങിയത് നിങ്ങളല്ലേ? അപ്പോൾ ആരാ നെഗറ്റീവ്? നിങ്ങൾ. ഞാൻ പോസിറ്റീവ് കാര്യമാണ് ചെയ്തത്. ഓ, ഇങ്ങോട്ട് നോക്കേ. എൻ്റെ പറമ്പിൽ കിടന്ന അടക്കയും തേങ്ങയും വിറ്റ പൈസ നീ മേടിച്ചെടുത്ത് എന്തിനാടി? അത് അയാൾ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു, ഞാൻ മേടിച്ചു വെച്ചു. അത് നല്ല കാര്യമല്ലേ? അതെനിക്ക് തിരിച്ചു തരേണ്ട കടമ നിനക്കില്ലേ? അപ്പം നീയല്ലടി നെഗറ്റീവ് എനർജി. എന്നാൽ പിന്നെ അമ്മ ഒരു കാര്യം കേട്ടോ, ആ പൈസ ഇനി നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ആര് പറഞ്ഞു കിട്ടാൻ പാടില്ലെന്നോ? ഞാൻ പറയുന്നു. അത് നടക്കും, നടക്കും. നിന്റെ ഇന്ന് മേടിക്കാൻ എനിക്കറിയാം. അയ്യോ, എടാ പ്രകാശ, എടാ പ്രകാശ, കേക്കട്ടെടി. നിന്റെ പ്രവൃത്തി എല്ലാരും അറിയും. ഇവൻ എവിടെ പോയിരിക്ക? പ്രകാശോ, പ്രകാശ. പെണ്ണേ, എന്നെ കളിയാക്കണ്ടല്ലോ, കുറുക്കിട്ട് ഞാൻ കുത്തിത്തരും. എന്നാ അമ്മ വിളിച്ചേ? നിന്നെ ഒന്ന് കാണാൻ. കണ്ടില്ലേ? പൊയ്ക്കോട്ടെ. അടക്കടാ, ഇതിനൊരു തീരുമാനം എടുത്തിട്ട് പോയാൽ മതി. എന്തോന്ന് തീരുമാനം അമ്മേ? ഈ പറമ്പിൽ അടയ്ക്കാൻ തേങ്ങ വിറ്റ പൈസ ഇവിടെ ഇരിക്കും, അതങ്ങ് മേടിച്ചു തന്നെ. പൈസ കിട്ടിയോടി? പൈസ കിട്ടി. ഓ, എനിക്കതുകൊണ്ട് ഒരുപാട് ആവശ്യങ്ങളുള്ള. ഓ, ഒരുപാട് ആവശ്യങ്ങൾ നടക്കൂലടാ. ഞാൻ പൈസ ഇങ്ങോട്ട് മേടിച്ചു തരാർക്കാ. നോക്കിക്കാതെ. എനിക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് ആ പൈസ തിരിച്ചു തരാൻ പറ്റത്തില്ല. നീ എന്തിനാടി എന്റെ പൈസ മേടിച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് ഒരുപാട് ആവശ്യങ്ങൾ നടത്താനുള്ള. ആ പൈസ കിട്ടിയിട്ട് നിങ്ങൾക്ക് സരിത കൊണ്ട് കൊടുക്കാൻ വേണ്ടിട്ടല്ലേ? അത് നടക്കത്തില്ല, അത്ര തന്നെ. ഞാൻ കൊടുക്കും. നിന്റെ അനുവാദം ഒന്നും എനിക്ക് വേണ്ട. അമ്മേ, എന്നാ എന്ത് പണിയായത്? അവക്ക് കൊടുക്കാനുള്ളതൊക്കെ കല്യാണ സമയത്ത് അമ്മ കൊടുത്തല്ലേ? ഇനി എന്തിനാ ഇതെല്ലാം കൂടെ കെട്ടിപ്പോ ഇങ്ങോട്ട് കൊടുക്കുന്നത്? ഞാൻ കൊടുക്കും. നിങ്ങളുടെ ഒന്നും അനുവാദം എനിക്ക് വേണ്ട. ഓ, ഈ പറമ്പിലെ അവകാശം അവക്കും ഉണ്ട്, അല്ല നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല. ഈ പറമ്പിൽ പണിയെടുക്കാൻ നമ്മളും അവകാശം വെക്കുക, അത് എടുത്ത ന്യായ. ഓ, നീ അങ്ങ് പണിയെടുത്ത് അങ്ങോട്ട് നടക്കുമല്ലേ അങ്ങോട്ട്? പിന്നെ ആ പൈസ എടുത്ത് അങ്ങോട്ട് കൊടുക്ക്. പൈസ ഞാൻ കൊടുക്കാം, പക്ഷെ കുറെ കടമുണ്ട്. തീർക്കാൻ പൈസ തരുമോ നിങ്ങൾ? പൈസ എന്നാ പിന്നെ ഇത് പറയാൻ നിൽക്കേണ്ട എന്നോട്. വേണേ പൈസ മര്യാദയ്ക്ക് എനിക്ക് തരണം. ഉണ്ടോടെ ഇരിക്കുന്ന ഇരിപ്പുണ്ടോ? തരില്ലാന്ന്. എനിക്ക് തരുന്നല്ലേ പറഞ്ഞ? ദേ, വാങ്ങിക്കാൻ എനിക്ക് അറിയാം കേട്ടോ. ഓ, എന്താ നീ എന്ത് പണിയാടി കാണിച്ചേ? ഞാൻ എന്ത് പണി കാണിക്കണത്? ബെഡ്ഷീറ്റ് വിരിച്ചിടുന്നു, വിരിച്ചിട്. ഇതല്ല ഞാൻ പറഞ്ഞത്. നീ എന്തിനാ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞത് അച്ഛമ്മയോട് പോയിട്ട്? ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അച്ഛമ്മ എന്നോട് ചോദിച്ചല്ലോ. എനിക്കറിയാൻ പാടില്ല. എനിക്കറിയാൻ പാടില്ല. നീ അല്ലേ എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു? എന്റെ പൊന്നമ്മ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ പറയാതെ എങ്ങനെയാ അച്ഛമ്മ ഇത് അറിഞ്ഞതെന്നാ ഞാൻ ചോദിച്ചത് നിന്നോട്. എനിക്കറിയില്ല എങ്ങനെ അറിഞ്ഞെന്ന്. നീ ഇങ്ങനെ കളവ് പറയാൻ നിൽക്കല്ലേ മധു എന്നോട്? ഞാൻ കളവൊന്നും പറയാറില്ല. അമ്മ അച്ഛമ്മ ചിലപ്പോ കച്ചവടക്കാരനെ വിളിച്ചു വെച്ചിട്ടുണ്ടാവും, അയാൾ പറഞ്ഞിട്ടുണ്ടാവും. അമ്മ വിചാരിക്കണോ അല്ല, അച്ഛമ്മയ്ക്ക് അത്ര ബുദ്ധി ഇല്ലാത്ത ആളൊന്നല്ല, നല്ല ബുദ്ധിയുണ്ട്. ഞാൻ നിന്റെ അമ്മയാ? ആണോ? നീ കളവ് പറയുന്നത് എനിക്ക് മനസ്സിലാവൂലെന്ന് നീ വിചാരിച്ചാ? ഞാൻ കളവ് പറഞ്ഞിട്ടില്ല. അമ്മ ചിലപ്പോ സഞ്ജു ആയിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാ. അല്ല, നീ ചെയ്ത തെറ്റെന്തിനാ എന്റെ മോന്റെ തലയെ കൊണ്ട് ഇടാൻ നോക്കുന്നത്? എന്റെ അമ്മയ്ക്ക് ഇത്ര വിശ്വാസമില്ല? ഇല്ല, വിശ്വാസമില്ല. നിന്റെ ശരീരം മുഴുവനും കള്ളത്തരാടി. പിന്നെ എങ്ങനെയാ ഞാൻ വിശ്വസിക്കുന്നേ? കുത്തിയെടുത്തോ ശരീരം മൊത്തം? കുത്തിയാലും എടുക്കും മോസത്തെ. അമ്മ എനിക്ക് IELTS പഠിക്കാൻ പൈസ തരില്ലല്ല? തരണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ഇനി തരുന്നില്ല. എന്നാ ഞാൻ യൂറോപ്പിൽ പോവും കേട്ടാ. അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ രക്ഷപ്പെട്ട് കഴിയുമ്പോ അമ്മ വിളിക്കും, മധുമോളെ കുറച്ച് യൂറോ എനിക്ക് അയച്ചു തരുമോ, അത് ചെയ്തരോ, ഇത് ചെയ്തരോ. അപ്പൊ നമുക്ക് കാണാം. എന്റെ പൊന്നു മോളെ, അങ്ങനെ ഞാൻ വിളിച്ചിട്ട് നിങ്ങളോട് പൈസ ഇറക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങ് ചത്ത് കളിയും, അത്ര തന്നെ. അത്ര പോലും അഭിമാനം വിട്ട് കളിക്കരുത്. ഇല്ല, കളിക്കത്തില്ല. അച്ഛനോട് പൈസ എടുത്തു വെക്കാൻ മാത്രം ഒരു കുഴപ്പമില്ല. ചൊട്ടി ഞാൻ ഇളക്കുവേ, അധികം ഡയലോഗ് ഇട്ട് കഴിഞ്ഞാൽ.
ഞാൻ ഡയലോഗ് അടിക്കും. നീ ചെയ്ത തെറ്റ് എന്റെ മോന്റെ തലയിൽ ഇടാൻ ശ്രമിക്കരുത് കേട്ടോ, അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടില്ല നീ ചെയ്തിട്ടില്ലേ? ഇല്ല. പിന്നെ എങ്ങനെയാ അറിഞ്ഞത്? അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞല്ലേ അമ്മയുടെ അടുത്ത്. അവന്റെ അടുത്ത് പറഞ്ഞാൽ അവൻ അത് പറയത്തില്ലടി, എനിക്കറിയാം. ചെന്ന് ചോദിച്ചു നോക്ക്. ആ ഞാൻ ചോദിച്ചോളൂ. ഭ്രാന്താണോ അതിന്? പ്രാന്തിന്റെ അച്ഛന് അല്ലാണ്ട് എനിക്കല്ല.